ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ രുക്മിണീ ദേവി ഗർഭവതിയായി. ആ കഥ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. കേൾക്കാത്ത എല്ലാവരും തന്നെ നിർബന്ധമായും ആ കഥ കേട്ടു പ്രാർത്ഥിക്കണം. കാരണം ശ്രീകൃഷ്ണൻ കൈലാസനാഥനെ കാണാൻ പോയ ആ അനുഭവം ഒക്കെ അതിനകത്ത് വളരെ വിശദമായി വർണ്ണിക്കുന്നുണ്ട്. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അത് കേൾക്കാൻ സാധിക്കുന്നത് തന്നെ എത്രയോ ജന്മങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ്. അങ്ങനെ പുണ്യങ്ങൾ ചെയ്ത ആളുകൾക്ക് മാത്രമേ ഈ ഭാഗങ്ങളൊക്കെ കേൾക്കാൻ പോലും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കേൾക്കാത്ത എല്ലാവരും തന്നെ അത് കേൾക്കണം. നമ്മുടെ ചാനലിലുണ്ട്. അതുപോലെ കേട്ടിട്ടുള്ളവർ വീണ്ടും ആ ഭാഗം എടുത്ത് കേൾക്കണം. കാരണം അത്ര മനോഹരമായ ഭാഗമാണ്. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ശംഭരൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. ശംഭരൻ. ഈ അസുരൻ ബ്രഹ്മദേവനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷമാക്കിയിട്ട് വരം ചോദിക്കുകയാണ്. ബ്രഹ്മദേവൻ ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടത്? ഉടനെ ഈ ശംഭരൻ എന്ന അസുരൻ എന്തു വരമാണ് ചോദിച്ചത്? താൻ ആരാലും വധിക്കപ്പെടരുത് എന്നുള്ള വരമാണ് ചോദിച്ചത്. അഥവാ ഇനി ആരെങ്കിലും എന്നെ വധിക്കണമെങ്കിൽ അത് കാമദേവനായിരിക്കണം. കാമദേവന് മാത്രമേ എന്നെ വധിക്കാൻ സാധിക്കാവൂ. മറ്റാരും തന്നെ എന്നെ വധിക്കരുത്. ഇതാണ് ഈ ശംഭരൻ എന്ന അസുരൻ ചോദിച്ചത്. ഈ ശംഭരൻ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണ്? ശംഭരൻ അറിയാം, ഈ കാമദേവൻ മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്നും ഉണ്ടായ അഗ്നിയിൽ ദഹിച്ചുപോയി. ഇനി കാമദേവൻ ഇല്ല, മരിച്ചു, ചാമ്പലായിപ്പോയി. അതുകൊണ്ട് ഇനി ഒരിക്കലും ജനിക്കുകയില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ശംഭരൻ ഇങ്ങനെയൊരു വരം ചോദിച്ചത്. ബ്രഹ്മാവ് അത് കൊടുക്കുകയും ചെയ്തു. മന്മഥൻ്റെ മരണത്തിനു ശേഷം കാമദേവൻ്റെ പത്നി ആരാണ്? രതി. രതീദേവി മഹാദേവനെ തപസ്സു ചെയ്തു. രതീദേവിയുടെ തപസ്സിൻ്റെ ഫലമായിട്ട് അദ്ദേഹം വീണ്ടും ജനിച്ചു. എങ്കിലും പൂർണ്ണ കലയോടു കൂടിയല്ല കാമദേവൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശംഭരനെ വധിക്കുവാനുള്ള പ്രാപ്തിയും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ആർക്കറിയാം? ഈ അസുരന്, ശംഭരന് അറിയാം. അങ്ങനെ ഒരു ദിവസം രതി ദുഃഖത്തോടു കൂടി ഇരുന്ന് കരയുന്ന അവസരത്തിൽ നാരദമുനി അവിടേക്ക് എത്തുകയാണ്. എന്നിട്ട് നാരദമുനി ഈ രതീദേവിയോട് ഇങ്ങനെ പറഞ്ഞു, ബാലേ, നീ സങ്കടപ്പെടാതിരിക്കൂ. നിന്റെ ഭർത്താവ് പൂർണ്ണ കലാംശത്തോടു കൂടി ഇനി ഒരു മനുഷ്യനായി ജനിക്കും. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ പുത്രനായിട്ടായിരിക്കും അവൻ ജനിക്കുന്നത്. സംഗതിവശാൽ ശത്രുവായ ശംഭരൻ്റെ ഗൃഹത്തിൽ അവൻ വളരാൻ ഇടവരും എന്നതുകൊണ്ട് നിന്റെ മായാശക്തിയാൽ മറ്റൊരു നാരിയുടെ രൂപം ചമഞ്ഞിട്ട് മായാവതി എന്ന നാമം സ്വീകരിക്കുക. എന്നിട്ട് ആ നാമത്തിൽ ശംഭരൻ്റെ ഗൃഹത്തിൽ പോയി നീയും താമസിക്കണം. ഇങ്ങനെ നാരദമുനി പറയുകയാണ്. എന്നിട്ട് ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. അങ്ങനെ നാരദമുനിയുടെ ഉപദേശപ്രകാരം രതി തൻ്റെ യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ട് ആകൃതിയിലും പ്രകൃതിയിലും വ്യത്യാസം വരുത്തി മായാവതി എന്ന പേരിൽ ഒരു വേലക്കാരി എന്ന മട്ടിൽ ശംഭരനെ ചെന്നു കണ്ട് ഈ ശംഭരൻ്റെ കൊട്ടാരത്തിലെ പാചകക്കാരിയായി തീർന്നു. അവൾ എന്തു പാകപ്പെടുത്തി കൊടുത്താലും അതിന് ഭയങ്കര രുചിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശംഭരന് ഈ മായാവതി ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരത്തിനോട് പ്രത്യേക താല്പര്യം തോന്നുകയും മായാവതിയെ അവിടുത്തെ സ്ഥിരം പാചകക്കാരിയായിട്ട് നിയമിക്കുകയും ചെയ്തു. ഇവിടെ ദ്വാരകയിൽ രുക്മിണീ ദേവിയുടെ ഗർഭം പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു. നാരദൻ ഈ രതീദേവിയെ ചെന്ന് കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ധരിപ്പിച്ചതിന് ശേഷം നേരെ പോയത് എങ്ങോട്ടാണ്? ശംഭരൻ്റെ അടുക്കലേക്കാണ്.
അങ്ങനെ ഒരു ദിവസം നാരദമുനി ശംബരനെ ചെന്നു കാണുകയും ഇങ്ങനെ പറയുകയും ചെയ്തു. എന്താണ് പറഞ്ഞത്? അല്ലയോ അസുരപ്രവര, അങ്ങ് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? അങ്ങയുടെ ശത്രു കാമദേവൻ ഇതാ ജനിക്കാൻ പോകുന്നു. എവിടെയാണ് അങ്ങയുടെ ശത്രു ജനിക്കാൻ പോകുന്നത് എന്ന് അങ്ങേക്കറിയാമോ? ഞാൻ പറഞ്ഞു തരാം. ശ്രീകൃഷ്ണൻ്റെ പത്നിയായ രുക്മിണീ ദേവിയുടെ ഉദരത്തിലാണ് ആ ശിശു ഇപ്പോൾ വളരുന്നത്. ആ ശിശു അങ്ങയുടെ ഘാതകനാണ്. ആ ശിശു അങ്ങയുടെ ഘാതകനായ കാമദേവൻ്റെ അവതാരമാണ്. സൂക്ഷിച്ചു കൊള്ളുക. രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ നോക്കിക്കൊള്ളുക. ഇത് നാരദമുനി ശംബരനോടും പറയുന്നു. എന്നിട്ട് നാരദമുനി അപ്രത്യക്ഷനായി. ശംബരനാകെ ഒരു വെപ്രാളമൊക്കെ തുടങ്ങി. ശംബരൻ രുക്മിണിയുടെ ഗർഭത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിത്യവും രഹസ്യമായി അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഒരു ശുഭമുഹൂർത്തത്തിൽ രുക്മിണീ ദേവി കോമളനായ ഒരു ആൺപൈതലിനെ പ്രസവിച്ചു. ആ സമയം തൻ്റെ മായാശക്തിയാൽ ശംബരൻ പ്രസവമുറിയിൽ കടന്ന് മാതാവിനെ മയക്കുന്നു. എന്നിട്ട് കുഞ്ഞിനെ അപഹരിച്ചുകൊണ്ട് കടലിൽ കൊണ്ടുപോയി എറിഞ്ഞു കളഞ്ഞു. ഈ ശംബരൻ രുക്മിണീ ദേവിയെ മയക്കി, അവിടെ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം മയക്കി, എന്നിട്ട് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കടലിൽ കൊണ്ടുവന്ന് എറിഞ്ഞു കളഞ്ഞു. ഈ ശംബരൻ താൻ പ്രസവിച്ച ഓമന പൈതൽ നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായത് കണ്ട് രുക്മിണീ ദേവി സങ്കടം സഹിക്കവയ്യാതെ ദുഃഖത്തോടു കൂടി വാവിട്ട് നിലവിളിച്ചു. കമലനയനൻ എല്ലാം അറിയാം. വൈകുണ്ഠപതിയല്ലേ, കൃഷ്ണന് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ കൃഷ്ണൻ ഇക്കാര്യമൊന്നും ഇപ്പോൾ പുറത്തു പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ വന്ന് തൻ്റെ ഭാര്യയെ, തൻ്റെ പ്രിയതമയെ സമാധാനപ്പെടുത്തി. കാമദേവൻ്റെ പുനർജന്മമായി അവൻ ജനിച്ചു. ലോകത്തിന് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടി അവനിപ്പോൾ തൽക്കാലത്തേക്ക് മറഞ്ഞിരിക്കുന്നു എന്നു നീ സമാധാനിക്കുക രുക്മിണി. അവൻ തീർച്ചയായിട്ടും വീണ്ടും അവിടുത്തെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ദേവി ഒരു കാരണവശാലും വിഷമിക്കേണ്ട, അവിടുന്ന് സമാധാനത്തോടു കൂടിയിരിക്കുക എന്ന് പറഞ്ഞ് കൃഷ്ണൻ രുക്മിണിയെ സമാധാനപ്പെടുത്തി. ഈ ശംബരൻ സമുദ്രത്തിലേക്ക് ആ കുഞ്ഞിനെ എടുത്തെറിഞ്ഞല്ലോ. ആ കുഞ്ഞിനെ ആര് വിഴുങ്ങി? ഒരു മത്സ്യം കൊത്തി വിഴുങ്ങി. ഒരു മുക്കുവന് ആ മത്സ്യത്തെ തൻ്റെ വലയിൽ കിട്ടുകയാണ്. കാമദേവൻ ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മത്സ്യത്തിന് അതീവ ശോഭയും ഭംഗിയും ഉണ്ടായിരുന്നു. ഈ മത്സ്യത്തിനെ എൻ്റെ രാജാവിന് കാഴ്ചയായി സമർപ്പിക്കാം, രാജാവിന് വലിയ ഇഷ്ടമാവും എന്ന് കരുതി ആ ദേശത്തിൻ്റെ അധിപനായ ശംബരാസുരന് ഈ മത്സ്യത്തെ ആ മുക്കുവൻ കാഴ്ചവെക്കുന്നു. ആ മത്സ്യത്തിനെ കണ്ടപ്പോൾ ശംബരാസുരന് വലിയ സന്തോഷമായി. എന്നിട്ട് ആ മീൻ എടുത്തുകൊണ്ട് വന്നിട്ട് മായാവതിയെ ഏൽപ്പിച്ചു. എന്നിട്ട് പ്രത്യേകം പറഞ്ഞു, നീ തന്നെ ഈ മത്സ്യത്തിനെ പാചകം ചെയ്യണം, മറ്റാർക്കും കൊടുക്കരുത്, വളരെ വിശേഷപ്പെട്ട മത്സ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. എന്നിട്ട് നായാട്ടിനായി പുറത്തേക്ക് പോയി. മായാവതി, രതീദേവി എന്ന മായാവതി ആ മത്സ്യത്തിനെ പാചകം ചെയ്യാനായി കീറിയപ്പോൾ ദിവ്യ തേജസ്സോടു കൂടിയ ഒരു കൊച്ചു മനോഹര പൈതൽ അതിനുള്ളിൽ ഇരിക്കുന്നത് കണ്ട് മായാവതി അത്ഭുതപ്പെട്ടു. പണ്ടു നാരദൻ പറഞ്ഞ വാക്കുകൾ രതീദേവിക്ക് ഓർമ്മ വന്നു. ഈ കുഞ്ഞ് തൻ്റെ ഭർത്താവായ കാമദേവൻ്റെ പുനർജന്മമായിരിക്കുമോ എന്ന് ആ സുന്ദരിയുടെ മനസ്സിൽ ഒരു സംശയം തോന്നി. ആ സമയം വീണ്ടും അവിടെ നാരദർ പ്രത്യക്ഷപ്പെട്ടു.
എന്നിട്ട് ആ കുഞ്ഞിൻ്റെ ജന്മരഹസ്യം മുഴുവനും രതീദേവിയെ പറഞ്ഞ് ധരിപ്പിച്ചു. കാമദേവൻ പൂർണ്ണ കലാംശത്തോടെ ശ്രീകൃഷ്ണപുത്രനായി രുക്മിണീദേവിയിൽ പിറന്നിരിക്കുന്നു. ശംബരാസുരൻ ആ പ്രജയെ മായാശക്തിയാൽ അപഹരിച്ച് കടലിൽ എറിഞ്ഞിട്ടുള്ളതാണെന്നും ഒരു മത്സ്യം അതിനെ കൊത്തി വിഴുങ്ങിയെന്നും ആ മത്സ്യത്തിനെയാണ് മായാവതിക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളതെന്നും ആ ശിശുവിനെ ശംബരൻ അറിയാതെ സൂക്ഷിച്ചു വളർത്തണമെന്നും നാരദൻ രതീദേവിയെ പറഞ്ഞ് ഏൽപ്പിച്ചു. രതീദേവിക്ക് വലിയ സന്തോഷമായി. അതനുസരിച്ച് മായാവതി എന്ന രതീദേവി തൻ്റെ മായയാൽ മറ്റാരും അറിയാതെ ആ ശിശുവിനെ തൻ്റെ ഭർത്താവ് എന്നുള്ള നിലയിൽ ഏറ്റവും സ്നേഹപൂർവം പരിപാലിച്ച് വളർത്തി. ഹരേ കൃഷ്ണ. അങ്ങനെ ശംബരാസുരൻ്റെ കൊട്ടാരത്തിൽ ആരുമറിയാതെ രഹസ്യമായി ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും പുത്രൻ കാമദേവൻ്റെ അവതാരം വളരുകയാണ്. ഇനിയുള്ള ഭാഗങ്ങൾ വളരെ മനോഹരമായ ഭാഗങ്ങളാണ് ഭാഗവതത്തിലെ. നമുക്ക് ഓരോ ദിവസമായി കുറേശ്ശെ ആ കഥകളൊക്കെ പഠിക്കണം. നിങ്ങളെല്ലാവരും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. ഭാഗവതത്തിലെ ഈ കഥാഭാഗം എത്ര പേർക്ക് അറിയാമായിരുന്നു? അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണം. അറിയാൻ മേലാത്ത ആദ്യമായി കേൾക്കുന്ന ആളുകളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇക്കാര്യങ്ങളൊക്കെ പറയണം. നിത്യവും നാമം ജപിക്കുക. നാമജപം കൊണ്ട് നേടാത്തതായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ശുദ്ധ മനസ്സോടുകൂടി, ശുദ്ധ ചിന്തയോടുകൂടി, ശുദ്ധ പ്രവൃത്തികളോടുകൂടി, ഈശ്വരവിശ്വാസത്തോടുകൂടി നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി ഹരേ കൃഷ്ണ.